ആദ്യമേ ഞാൻ എൻ്റെ സ്കില്ല് കാണിച്ചു തരുവാണേ. ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. വെൽക്കം ടു എക്കേസ് ഫുഡ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് അഫ്ഗാനി ഓംലേറ്റ് അല്ലെങ്കിൽ സ്പാനിഷ് ഓംലേറ്റ്. ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ഉരുളക്കിഴങ്ങ് മെയിനായിട്ട് വേണം, സവാള, പച്ചമുളക്, ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് മസാലപ്പൊടികൾ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ കൊറിയാണ്ടർ പൗഡർ, മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത്. ഓയിലിന് വേണ്ടി ഞാൻ എടുത്തത് നമ്മുടെ വെളിച്ചെണ്ണയാണ്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഒക്കെ ചേർത്ത് ഈ ഓംലേറ്റ് റെഡിയാക്കാൻ പറ്റുന്നതാണ്. ഞാൻ ആദ്യമേ ലോ ഹീറ്റിൽ കുറേ നേരം പൊട്ടറ്റോ നല്ല രീതിയിൽ വെന്ത് വരുന്ന വരെ അത് കുക്ക് ചെയ്തെടുത്തു. എനിക്ക് പൊട്ടറ്റോ ഇങ്ങനെ ക്രഞ്ചി അല്ലെങ്കിൽ ക്രിസ്പി ആയിട്ടുള്ള രീതിയിലാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതിനു വേണ്ടി കുറേ നേരം ഞാൻ തീയിൽ വെച്ചതിന് ശേഷമാണ് മുട്ട പൊട്ടിച്ചൊഴിച്ചത്. അതും ആദ്യമേ കുറച്ച് നേരം ബുൾസൈ പോലെ വെച്ച് വെന്തതിന് ശേഷം 2 മിനിറ്റോളം വെന്തതിന് ശേഷമാണ് ഞാൻ ഇതുപോലെ പൊട്ടിച്ചെടുത്തത്. അതിന് ശേഷം തിരിച്ചിട്ടു. ഞാൻ കുക്ക് ചെയ്തുകൊണ്ട് പറയുന്നില്ല, കൂടുതലായിട്ട് കരിഞ്ഞിട്ടൊന്നുമില്ല. ആ ഒരു ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, അല്ലെങ്കിൽ ക്രിസ്പി ആയിട്ടുള്ളൊരു ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഫോർക്ക് എടുത്തതൊന്ന് ടേസ്റ്റ് ചെയ്ത് മെഴുക്ക് പുരട്ടി മുട്ടയുടെ ഒരു കോമ്പിനേഷൻ എന്ന രീതിയിലുള്ള ആയിട്ടുള്ള ടേസ്റ്റായിരുന്നു. വെറുതെ തിന്നാനും അല്ലെങ്കിൽ ഞാനത് ചോറിൻ്റെ കൂടെയും കഴിച്ചു. കഴിഞ്ഞ ദിവസം ചാറും പരിപ്പും കൂടെ കൂട്ടിയൊരു കറിയായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു മുട്ടയുടെ ഒരു ഫ്ലേവർ വരുമ്പോൾ നല്ലൊരു രുചിയായിരുന്നു. സമാധാനമായി. ഇതുപോലെ ഫുഡ് റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ ചെക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് എക്കേസ് ഫുഡ് പ്ലാനറ്റ്. ടേക്ക് കെയർ.